നമസ്കാരം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ വെറും വയറ്റിലൊരു ചായ കുടിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു ഉന്മേഷവും ഒക്കെ ഒരു ദിവസം നൽകുന്നു എന്നാണ് നമ്മളുടെ ഒരു പൊതുവേ ഉള്ള വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ വെറും വയറ്റിൽ നമ്മൾ ഈ ചായ കുടിക്കുന്നത് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ചായയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് ശരീരത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ, അതായത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ലഭിക്കും. പക്ഷേ വെറും വയറ്റിൽ ചായ കുടിക്കുമ്പോൾ അത് നമുക്ക് ഏതൊക്കെ തരത്തിൽ ദോഷകരം ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ വെറും വയറ്റിൽ ചായ കുടിക്കുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ടാനിനുകൾ എന്ന് പറയുന്ന ഘടകം നമ്മളുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഗ്യാസ് ട്രബിളിൻ്റെയൊക്കെ അസ്വസ്ഥത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവർക്ക് പോലും വയറ് കമ്പിക്കുക, ഗ്യാസിൻ്റെ അസ്വസ്ഥത ഉണ്ടാകുക, നെഞ്ചിരിച്ചിൽ, പൊളിച്ചത് കെട്ടുകൾ ഉണ്ടാകുക, ഒപ്പം തന്നെ ഇതിൻ്റെ അകത്തെ അസിഡിറ്റി കൂടുതലായിട്ട് ചായയിലുണ്ടാകുന്ന അസിഡിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഈ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് വലിയ രീതിയിൽ സാധ്യതകളുണ്ട്. ഒപ്പം ഈ ചായയിൽ കഫീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കഫീൻ നമ്മുടെ ശരീരത്തിലേക്ക് വെറും വയറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുകയും ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുകയും പെട്ടെന്ന് ടെൻഷൻ, അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ഒക്കെ ചെയ്യും. അതേപോലെ തന്നെ ഈ വെറും വയറ്റിൽ നമ്മൾ പാൽച്ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ, ഷുഗറിൻ്റെ അളവിനെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ച് എനർജി കൂടുതലായിട്ട് ഉണ്ടാക്കുകയും നമുക്ക് വലിയ എനർജി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു അവസ്ഥയും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കാഫീൻ ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ ടാനിനുകൾ ഉണ്ടെന്ന് ഉള്ളതുപോലെ തന്നെ ഈ ടാനിനുകൾ നമ്മളുടെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സുമായിട്ട് ചേർന്ന് അയൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് നമുക്ക് ലഭിക്കാതെ പോഷകങ്ങളുടെ ശോഷണം ഉണ്ടാകുന്ന ഒരവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വെറും വയറ്റിൽ പാൽച്ചായ കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് രാവിലെ എന്തെങ്കിലും ന്യൂട്രീഷണലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരൊക്കെ എന്തെങ്കിലും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം മാത്രം രാവിലെ പാൽച്ചായ കുടിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആരോഗ്യമാണ് സമ്പത്ത്. ശുഭദിന ആശംസകൾ.